കേരള നോളജ് മിഷൻ, KDISC എന്നിവയുടെ സഹകരണത്തോടെ 2025 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ നഗരസഭയിൽ തുടക്കമായി. അമ്പലപ്പുഴ MLA സലാം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിജ്ഞാന ആലപ്പുഴ പദ്ധതിയിലൂടെ തൊഴിലന്വേഷകർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുന്നതിനും തൊഴിൽ ലഭ്യമാക്കുന്നതിനുമായി കേരള നോളജ് മിഷൻ, KDISC എന്നിവയുടെ സഹകരണത്തോടെ 2025 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ നഗരസഭയിൽ തുടക്കമായി. ആലപ്പുഴ നഗരസഭയിലെ 52 വാർഡുകളിലായി 6687 പേരാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തത്. തുടർന്നും രജിസ്റ്റർ ചെയ്യാനുള്ളവരെ ജോബ് സ്റ്റേഷനിൽ സഹായിക്കും. അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകരെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യിക്കുന്നതിനായി ഒരു വാർഡിൽ നിന്നും 2 റിസോഴ്സ് പേഴ്സൺമാരെ വീതമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവർക്കുള്ള പരിശീലനവും കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. രജിസ്ട്രേഷന്റെ സൗകര്യാർത്ഥം ആവശ്യമെങ്കിൽ കൂടുതൽ ജോബ് സ്റ്റേഷനുകൾ വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജോബ് സ്റ്റേഷൻ പ്രവർത്തനവും റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ട്രെയിനിങ് ക്യാമ്പും അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചവരിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞവർ രജിസ്റ്റർ ചെയ്യപ്പെട്ട മുഴുവൻ പേരില്ല. അപ്പൊ അതാണ് നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് മാക്സിമം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നവരെ നമ്മളുടെ വർക്കിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും ജോബ് ഫെയർ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരാജയം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബെറ്റർ ആണെങ്കിലും സ്കിൽ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുന്നവരെ കാണാൻ പറ്റും. ജോബ് ഫെയർ കഴിഞ്ഞ് പുറത്തു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും, എന്നെക്കാൾ യോഗ്യത കുറഞ്ഞ ആൾക്ക് ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്ന് പറയും. കേൾക്കാം, ഞാനെല്ലാം നേരിട്ട് കേട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ്, ഒരു കമ്പനി ബേസിക് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കും. പിന്നെ അവർ നോക്കുന്നത് അവ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ പ്രാപ്തരാണെന്ന് മാത്രമേ നോക്കുള്ളൂ. അതിന്റെ സ്കിൽ ഉള്ളതാണ് നോക്കുന്നത്. അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ ആ സ്കിൽ ഇല്ലാത്ത ബേസിക് ക്വാളിഫിക്കേഷന്റെ കൂടുതൽ അഡീഷണൽ വേറെ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസമായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടാതിരിക്കുകയും ബേസിക് ക്വാളിഫിക്കേഷനും അവർ വിചാരിക്കുന്ന സ്കില്ലുള്ള കുട്ടികൾ ജോലി കിട്ടുകയും ചെയ്യും. പക്ഷെ ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് എനിക്ക് എന്നൊക്കെ യോഗ്യത കുറവാണ്, മറ്റേ പക്ഷെ കിട്ടിയതാണ്. ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ തന്നെ ജില്ലയിലെ ഒരു വിദേശ വ്യവസായി, അദ്ദേഹം വിദേശത്ത് എഞ്ചിനീയേഴ്സിനെ സെലക്ട് ചെയ്തൊരു അനുഭവം അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, നസീർ പുന്നക്കൽ, കൗൺസിലർമാരായ B നസീർ, മോനിഷ, ജ്യോതി പ്രകാശ്, പ്രജിത കണ്ണൻ, P റഹിയാനത്ത്, ഹെലൻ ഫെർണാണ്ടസ്, സെക്രട്ടറി AM മുംതാസ്, കില റിസോഴ്സ് പേഴ്സൺമാരായ P ജയരാജ്, രാമചന്ദ്രൻ, കമ്മ്യൂണിറ്റി അംബാസിഡർമാരായ ബിന്ദു ഗൗരി, സജീന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.